മോളിവുഡിൽ നിന്നും ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തി ഏറ്റവും പ്രധാനപ്പെട്ട സിനിമയാണല്ലോ മമ്മൂട്ടിയെ നായകനാക്കി ഡീനോ ഡെന്നിസ് സംവിധാനം ചെയ്ത ബസൂക്ക. ഇപ്പോഴത്തെ സിനിമയുടെ ആദ്യ ഷോ പൂർത്തിയാക്കപ്പെട്ടിരിക്കുകയാണ്. സിനിമയുടെ ഒരുപാട് അഭിപ്രായങ്ങളും വന്നു തുടങ്ങിയിരിക്കുകയാണ്. മമ്മൂട്ടി JVM കോംബോയിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളത്തിലെ ഏറ്റവും പുതിയ സ്റ്റൈലിഷ് ആക്ഷൻ ഗെയിം ത്രില്ലർ എന്റർടൈനർ വിഭാഗത്തിൽ പെടുന്ന സിനിമയുടെ ആദ്യ ഷോ പൂർത്തിയായതിന് പിന്നാലെ ബസൂക്കയെ കുറിച്ച് വന്നിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട അഭിപ്രായം അത് സിനിമയുടെ ക്ലൈമാക്സിനെ കുറിച്ചാണ്. ഒപ്പം തന്നെ അവസാനത്തെ ഒരു 30-25 മിനിറ്റ് രംഗങ്ങളെല്ലാം തന്നെയാണ്. സിനിമയുടെ ആ ഒരു അവസാനത്തെ കുറേയധികം മിനിറ്റുകൾ വളരെ മികച്ച അഭിപ്രായങ്ങളൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രിവ്യൂ റിപ്പോർട്ട്സിൽ സൂചിപ്പിച്ചതുപോലെ വൗ ഫാക്ടേഴ്സ് എല്ലാം തന്നെ വരുന്ന ക്ലൈമാക്സ് ആയിട്ട് ബസൂക്കയുടെ ക്ലൈമാക്സ് മറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നു. ഇനി സിനിമയുടെ ആകെ മൊത്തത്തിലുള്ള അഭിപ്രായങ്ങൾ നോക്കുകയാണെങ്കിൽ മമ്മൂട്ടിയുടെ പ്രകടനം, ഒപ്പം തന്നെ BGM, ഒപ്പം തന്നെ മമ്മൂട്ടിയുടെ മെഗാസ്റ്റാർ ടൈറ്റിൽ കാർഡ്, കൂടാതെ നേരത്തെ പറഞ്ഞ സിനിമയിലെ അവസാനത്തെ 30 മിനിറ്റ് രംഗങ്ങൾ, ഇതെല്ലാം തന്നെയാണ് വലിയ പോസിറ്റീവ് അഭിപ്രായങ്ങൾ സിനിമയിൽ വന്നിരിക്കുന്നത്. എന്നാൽ സിനിമയുടെ ആകെ മൊത്തത്തിലുള്ള അഭിപ്രായങ്ങൾ നോക്കുകയാണെങ്കിൽ ആരാധകരിൽ നിന്ന് പോസിറ്റീവ് സിനിമ നേടിയെടുത്തിട്ടുണ്ടെങ്കിലും മൊത്തം സിനിമാ പ്രേമികളുടെ അഭിപ്രായങ്ങൾ നോക്കുകയാണെങ്കിൽ രണ്ട് അഭിപ്രായങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ആവറേജ്, എബോ ആവറേജ്, ഡീസന്റ്, പോസിറ്റീവ് തുടങ്ങിയ അഭിപ്രായങ്ങളാണ് അങ്ങനെ ബസൂക്ക എന്ന സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ത്രില്ലിംഗ് രംഗങ്ങൾ, ആക്ഷൻ രംഗങ്ങളെല്ലാം തന്നെ അടങ്ങിയ മമ്മൂട്ടിയുടെ ഫൈറ്റ് എല്ലാം തന്നെ അടങ്ങിയ സിനിമയുടെ രണ്ടാം പകുതിയാണ് ആദ്യ പകുതിയേക്കാൾ മികച്ചു നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ബസൂക്ക എന്ന സിനിമയിൽ ഒരു ഗസ്റ്റ് റോൾ, കാമിയ റോൾ നിങ്ങൾ ഇതിനോടൊപ്പം തന്നെ കണ്ടിരിക്കുമല്ലോ. ആ കാമിയ റോളിന് അത്ര വലിയ ഇമ്പാക്റ്റ് ഒന്നും തന്നെ ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആകെ മൊത്തത്തിൽ ഇതാണ് ബസൂക്ക എന്ന സിനിമയുടെ അഭിപ്രായം. ഇനി അങ്ങോട്ടുള്ള ബസൂക്ക വാർത്തകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.